ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞില്ലേ, അതായത് നമ്മൾ പ്രശ്നം എന്താണ്, നമ്മളുടെ അലർജി എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം എന്ന്. അതെ. നമുക്ക് സ്വയം എക്സാമിൻ ചെയ്യുക, ഓരോന്ന് ടെസ്റ്റ് ചെയ്ത് നമ്മൾക്ക് സ്വയം എക്സാമിൻ ചെയ്യുക എന്നുള്ളതല്ലാതെ ക്ലിനിക്കലി ഏതെങ്കിലും ടെസ്റ്റുകളുണ്ടോ എന്താണ് ആക്ച്വലി നമ്മളെ അലർജി എന്ന് ഡിറ്റക്ട് ചെയ്യാൻ? അല്ലാണ്ട് ഹിസ്റ്ററി ഒന്നും ഇല്ലാണ്ട് നമ്മൾ വെറുതെ ഒരു ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഇതിനെല്ലാം പോസിറ്റീവാണ്, നിങ്ങൾ ഈ ഫുഡ് ഒഴിവാക്കുക, ആ ഫുഡ് ഒഴിവാക്കുക, മറ്റു ഫുഡ് ഒഴിവാക്കുക, അത് കറക്റ്റ് അല്ല. എറണാകുളത്ത് ഞണ്ട് അലർജിക് ആയിട്ടുള്ള ഒരാൾ ഞണ്ടിന്റെ ഭക്ഷണം കഴിച്ചിട്ട് അയാൾ മരിച്ചുപോയി എന്ന്. അപ്പോൾ അലർജിക് ആയിട്ടുള്ള ഒരു ഫുഡ് കഴിച്ച ഒരാൾക്ക് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതെ 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 20 വർഷം ഒരു കുഴപ്പമില്ലാണ്ട് 20ാമത്തെ വർഷത്തിൽ ഗ്രേപ്സ് കഴിച്ചിട്ട് അനാഫിലാക്സിസ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഈ ഡെത്ത് വരെ സംഭവിക്കാന്നുള്ളത് ഇറ്റ് ഇസ് നോട്ട് റെയർ. നമ്മൾ യൂറോപ്പിലൊക്കെ അത് ഭയങ്കര കൂടുതലാണ് കമ്പയർ ടു ഇന്ത്യ. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടില്ല, അതായത് അവർ ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ബോഡി തെനർത്ത് പൊന്തുക, അവിടെ ഭയങ്കര ചൊറിച്ചിലുണ്ടാവുക എന്നൊക്കെ. അതുപോലെ ചെമ്മീൻ കഴിക്കുമ്പോഴും ഈ പറഞ്ഞുള്ള ഭയങ്കര അലർജിക് ആണ് എന്ന് ചില ആളുകൾ പറഞ്ഞേക്കാം. ഈ ബീഫിലും ചെമ്മീനൊക്കെ ആൾക്കാർക്ക് ഇത്രമാത്രം അലർജിക് ആവാനുള്ള റീസൺ ഇപ്പം എന്താ? ചെമ്മീൻ കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് അനാഫിലാക്സിസ് വന്ന് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരുപാട് പേഷ്യൻസ്, അതായത് മേ ബി 19 ഇയർ 20 ഇയർ 24 ഇയേഴ്സൊക്കെ ആയിട്ടുള്ള കുട്ടികൾ വരും. നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പം അലർജിക് ആയിട്ടുള്ള ആൾക്കാരുടെ വീട്ടിൽ നിന്ന് ഉറപ്പായിട്ടും ഈ സാധനങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് യൂഷ്വലി പറയുന്ന കുറച്ച് ഐറ്റംസിൽ നമ്മൾ ടോപ്പ് ഒരു 5 എണ്ണം ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഏതൊക്കെ ആയിരിക്കും പറയാ? നമ്മളുടെ വീടുകളിലൊക്കെ പറയാറില്ലേ, അലർജി ഉള്ള സമയത്ത് അല്ലെങ്കിൽ അലർജി ഉള്ള ആൾക്കാർ ഈ പാലിൽ മഞ്ഞപ്പൊടി കലക്കിയിട്ട് കുടിച്ചാൽ നല്ലതാണ്, അല്ലെങ്കിൽ മഞ്ഞപ്പൊടിയും കുരുമുളകും കൂടെ മിക്സ് ചെയ്തിട്ട് കുടിക്കുന്നത് നല്ലതാണെന്നൊക്കെ. ഇതിലൊക്കെ എന്തെങ്കിലും ശാസ്ത്രീയ വസ്തുതയുണ്ടോ? മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോൾ അതിൽ ആൻറ്റി ക്യാൻസറസ് ഇതുണ്ട് എന്നുള്ളതൊക്കെ പറയാം. അതുപോലെ ഇറ്റ്സ് എ മിത്ത് ആക്ച്വലി. നല്ല അലർജി ഉണ്ട്, IG മീഡിയേറ്റഡ് ആണ്. ഈ അലർജീൻ്റെ കാരണം ഇതാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തി. ഡസ്മൈറ്റ് ആണ്, പൂമ്പൊടിയാണ്, കോക്രോച്ച് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് താൽക്കാലികമായിട്ട് ആശ്വാസം കിട്ടും ഫോർ എ പെർട്ടിക്കുലർ ടൈം. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സിംറ്റംസ് വീണ്ടും വരും. തുമ്മലാണെങ്കിലും ചുമയാണെങ്കിലും ജലദോഷമാണെങ്കിലും ഒക്കെ വീണ്ടും വരും. അപ്പോൾ യു ഷുഡ് ഐഡന്റിഫൈ എന്താണ് കറക്റ്റ് കോസ്, അതിന്റെ ബാക്ക് ആൻഡ് റീസൺ എന്താന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാണ് വേണ്ടത്. അങ്ങനെ ഒരുപാട് ആയുർവേദിക് ഇതായിട്ടുള്ള അല്ലെങ്കിൽ പൊടിക്കൈകളുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് അതിനുള്ള റീസൺ എന്നുള്ളത് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഹിസ്റ്ററി എടുത്ത് എക്സാമിനേഷൻ ടെസ്റ്റുകളെല്ലാം ചെയ്യുമ്പോൾ എന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ അതിനെ ട്രീറ്റ് ചെയ്താൽ മതി. മറ്റേത് ഇതൊക്കെ എടുക്കുമ്പോൾ താൽക്കാലിക ഒരു ആശ്വാസം കിട്ടും, കിട്ടില്ല എന്നുള്ളതല്ല, താൽക്കാലിക ആശ്വാസം കിട്ടും, പെർമനന്റ് അല്ല. ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞില്ലേ, അതായത് നമ്മൾ പ്രശ്നം എന്താണ്, നമ്മളുടെ അലർജി എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. നമുക്ക് സ്വയം എക്സാമിൻ ചെയ്യുക, ഓരോന്ന് ടെസ്റ്റ് ചെയ്ത് നമ്മൾക്ക് സ്വയം എക്സാമിൻ ചെയ്യുക എന്നുള്ളതല്ലാതെ ക്ലിനിക്കലി ഏതെങ്കിലും ടെസ്റ്റുകളുണ്ടോ എന്താണ് ആക്ച്വലി നമ്മളെ അലർജി എന്ന് ഡിറ്റക്ട് ചെയ്യാൻ? ഇപ്പോൾ അലർജീൻ്റെ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് ഹിസ്റ്ററിയാണ്. അതായത് പേഷ്യൻ്റെ ഹിസ്റ്ററിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അപ്പോൾ ആ ഹിസ്റ്ററിയിൽ നിന്ന് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും, ഇതിനായിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം എന്നുള്ളത്. ആൻഡ് ദെൻ എക്സാമിനേഷൻ വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ്. അത് കഴിഞ്ഞ് നമ്മൾ സ്കിൻ പ്രിക് ടെസ്റ്റ്, അലർജീൻ്റെ ടെസ്റ്റാണ് സ്കിൻ പ്രിക് ടെസ്റ്റ്, അലർജി ടെസ്റ്റ് എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ ഹിസ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു ഇതിനായിരിക്കാം, ഡസ്മൈറ്റോ പൂമ്പൊടിയോ അല്ലെങ്കിൽ പെറ്റ് അലർജിയോ അങ്ങനെ ഇതായിരിക്കാം എന്നുള്ളതിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മളൊരു 150 പാനൽസ് ചെയ്യുക എന്നിട്ട് ഇതായിരിക്കാം നെവർ. ചിലപ്പോൾ അതൊക്കെ പോസിറ്റീവ് ആയിരിക്കാം, പക്ഷെ ഹിസ്റ്ററിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ, അതിനായിട്ട് കോറിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിന് അലർജി എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഹിസ്റ്ററി ഒന്നും ഇല്ലാണ്ട് നമ്മൾ വെറുതെ ഒരു ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഇതിനെല്ലാം പോസിറ്റീവാണ്, നിങ്ങൾ ഈ ഫുഡ് ഒഴിവാക്കുക, ആ ഫുഡ് ഒഴിവാക്കുക, മറ്റു ഫുഡ് ഒഴിവാക്കുക, അത് കറക്റ്റ് അല്ല. അതിനെ ബേസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് SPT, സ്കിൻ പ്രിക് ടെസ്റ്റ്. ആൻഡ് ദെൻ അതിൻ്റെ ഫർദർ ഇതാണ് CRD, അതായത് ഏത് പ്രോട്ടീൻ ആണ് എന്നുള്ളത് അറിയുന്ന ടെസ്റ്റ്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ടെസ്റ്റ് വെച്ചിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഈ കുറച്ച് നാൾ മുന്നേ ഒരു ന്യൂസ് വന്നത് ശ്രദ്ധിച്ചിരുന്നില്ല, അതായത് എറണാകുളത്ത് ഞണ്ട് അലർജിക് ആയിട്ടുള്ള ഒരാൾ ഞണ്ടിന്റെ ഭക്ഷണം കഴിച്ചിട്ട് അയാൾ മരിച്ചുപോയി എന്ന്. അപ്പോൾ അലർജിക് ആയിട്ടുള്ള ഒരു ഫുഡ് കഴിച്ച ഒരാൾക്ക് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ടോ? അതെ 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 അലർജിക് ആയിട്ടുള്ള ഫുഡ് കഴിച്ച് മരണം വരെ സംഭവിക്കാം. ചെന്നൈയിൽ ഒരു ഈ കുട്ടി പീനട്ട് അലർജി ഉണ്ട്. അപ്പോൾ പീനട്ട് അലർജി ഉള്ളത് പാരൻസിന് അറിയാം. അത് കാരണം തന്നെ അഡ്രിനാലിൻ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ, അതായത് പെട്ടെന്ന് ഇങ്ങനെ അലർജിക് റിയാക്ഷൻ വരുമ്പോൾ അഡ്രിനാലിൻ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് വെരി പ്രൊട്ടക്റ്റീവ്, അതായത് ഒരു എമർജൻസി ഇതാണ്, ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ ഈ കുട്ടീൻ്റെ ബാഗിൽ അതുണ്ട്, എപ്പിപെൻ, അഡ്രിനാലിൻ ഇഞ്ചക്ഷൻ. അപ്പോൾ അന്ന് ആ സ്കൂളിൽ ക്ലാസ് ടീച്ചർ ഇല്ലായിരുന്നു. ഈ കുട്ടി അൺനോയിങ്ലി ഒരു ചോക്ലേറ്റ്, പീനട്ടുള്ള ചോക്ലേറ്റ്
കടലുള്ള ചോക്ലേറ്റ് ഫ്രണ്ട്സ് ആരോ കൊടുത്തു കഴിച്ചു, കുട്ടിക്ക് നല്ല ശ്വാസമുട്ടലും ഭയങ്കരമായിട്ട് അലർജിക് റിയാക്ഷൻസ് വന്നു, കുട്ടിക്ക് ഒന്നും മിണ്ടാനൊന്നും പറ്റുന്നില്ല. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ കുട്ടി ഇങ്ങനെ കാണിക്കുന്നുണ്ട് തൈലേക്ക്, അതായത് കുട്ടി ആക്ച്വലി കാണിക്കുന്നത് ഇഞ്ചക്ഷൻ എന്നുള്ളതാണ്. പക്ഷെ ആർക്കും അത് മനസ്സിലായില്ല. അങ്ങനെ കുട്ടി വെന്റിലേറ്ററിലെത്തി. പിന്നീട് ഹിസ്റ്ററി എടുത്ത് മനസ്സിലാക്കി നോക്കുമ്പോഴാണ് ഈ കുട്ടിക്ക് പീനട്ട് അലർജി ഉണ്ട് എന്നുള്ളതും ക്ലാസ് ടീച്ചറിന് അറിയാം ഈ ഇഞ്ചക്ഷൻ ഉണ്ട് എന്നുള്ളതൊക്കെ അറിയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ 20 വർഷം ഒരു കുഴപ്പമില്ലാണ്ട് 20ാമത്തെ വർഷത്തിൽ ഗ്രേപ്സ് കഴിച്ചിട്ട് അനാഫിലാക്സിസ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഈ ഡെത്ത് വരെ സംഭവിക്കുക എന്നുള്ളത് ഇറ്റ് ഇസ് നോട്ട് റെയർ. നമ്മൾ യൂറോപ്പിലൊക്കെ അത് ഭയങ്കര കൂടുതലാണ് കമ്പയർഡ് ടു ഇന്ത്യ. യൂറോപ്പിലൊക്കെ അത് ഭയങ്കര കൂടുതലാണ്. ഫുഡ് അലർജിയിൽ വരുന്ന ഒരു ഇതായിട്ട് വരുന്നതാണ് സിവിയർ അനാഫിലാക്സിസ് വന്നിട്ട് ഡെത്ത് വരെ സംഭവിക്കുന്നത്. അതായത് മിൽക്ക് കാരണമുള്ള അലർജി ഉണ്ടാവാം, അല്ലെങ്കിൽ എഗ്ഗിന് വരാം, അല്ലെങ്കിൽ പീനട്ട്സിന് വരാം. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടില്ലേ, അതായത് അവർ ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ബോഡി തനർത്ത് പൊന്തുക, അവിടെ ഭയങ്കര ചൊറിച്ചിലുണ്ടാവുക എന്നൊക്കെ. അതുപോലെ ചെമ്മീൻ കഴിക്കുമ്പോഴും ഈ പറഞ്ഞ ഭയങ്കര അലർജിക് ആണ് എന്ന് ചില ആളുകൾ പറഞ്ഞേക്കാം. ഈ ബീഫിനും ചെമ്മീനൊക്കെ ആൾക്കാർക്ക് ഇത്രമാത്രം അലർജിക് ആവാനുള്ള റീസൺ ഇപ്പം എന്താ പറയുക? അതായത് ഇപ്പോൾ ചെമ്മീൻ്റെ കേസിലാണെങ്കിൽ ചെമ്മീൻ ആസ് സച്ച് അലർജി ഉണ്ടാക്കാം. അതല്ലാണ്ട് ട്രോപ്പോമയസിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഉണ്ട് ചെമ്മീനിൽ. അപ്പോൾ ഈ ഡെസ്മൈറ്റ് അലർജി ഉള്ളവർക്ക് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇവർ ഇപ്പോൾ കിടന്നുറങ്ങുമ്പോൾ ബെഡിൽ നിന്ന് ഈ ഡെസ്മൈറ്റ് ബ്രീത്ത് ചെയ്തിട്ട് ഓൾറെഡി അലർജി ഉണ്ടാവും. അവർ തന്നെ ചെമ്മീൻ കഴിക്കുമ്പോൾ ഭയങ്കര അലർജിക് റിയാക്ഷൻസ് വരും. അതായത് ഓൾറെഡി സെൻസിറ്റൈസ്ഡ് ആയി ബെഡിൽ ഡെസ്മൈറ്റ് കിട്ടിയിട്ട് പിന്നെ ആ ഒരു ചെമ്മീൻ കഴിച്ചപ്പോൾ ക്രോസ് റിയാക്ടിവിറ്റി എന്ന് പറയും. അതായത് ആക്ച്വലി ചെമ്മീനുള്ള അലർജി അല്ല, ഡെസ്മൈറ്റിലും അതുപോലെ ചെമ്മീനിലും ഒരേ പ്രോട്ടീൻ ഉള്ളത് കൊണ്ട് ആ ബോഡി ഓവർ റിയാക്ട് ചെയ്തു എന്നുള്ളത്. അപ്പോൾ ചെമ്മീനിന് അലർജി പെർസെ കറക്റ്റായിട്ട് ഇല്ലെങ്കിൽ പോലും ഡെസ്മൈറ്റിനും ചെമ്മീനും ഒരുപോലെ പ്രോട്ടീൻ ഷെയർ ചെയ്യുന്നത് കൊണ്ട് ട്രോപ്പോമൈസിൻ എന്ന് പറഞ്ഞ പ്രോട്ടീന് ഡെസ്മൈറ്റിലുണ്ട്, കോക്രോച്ചിലുണ്ട്, അതുപോലെ തന്നെ പ്രോൺസിലും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഷെയറിങ് വരുന്നതുകൊണ്ട്, ക്രോസ് റിയാക്ടിവിറ്റി വരുന്നത് കൊണ്ട് ഇതിലെല്ലാം അലർജി കാണിക്കാം. അപ്പോൾ ചെമ്മീൻ കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് അനാഫിലാക്സിസ് വന്ന് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരുപാട് പേഷ്യൻസ്, അതായത് മേ ബി 19 ഇയർ 20 ഇയർ 24 ഇയേഴ്സൊക്കെ ആയിട്ടുള്ള കുട്ടികൾ വരും. ഇപ്പോൾ കോളേജിൽ അബ്രോഡ് സ്റ്റഡീസിന് പോവുകയാണ്. ഇത്രയും കാലം നമ്മൾ ശ്രദ്ധിച്ചു വീട്ടിൽ നിന്ന് ചെമ്മീൻ ഉണ്ടാവുമ്പോൾ കഴിക്കാണ്ട്, കാരണം മുന്നേ അലർജി ഉള്ളത് കൊണ്ട്. പക്ഷെ ഇനിയിപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും അബദ്ധവശാൽ അങ്ങനെ കഴിച്ചു പോകുമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ചെമ്മീന് ആക്ച്വലി അലർജി ഉണ്ട് ചില കേസുകളിൽ ആക്ച്വൽ പ്രോൺസിൻ്റെ അലർജി അല്ല, ഈ ട്രോപ്പോമയസിൻ ഡെസ്മൈറ്റിലുള്ള അലർജി കാരണം ഇത് കാണിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് വലിയൊരു ഇഷ്യൂ വരാൻ സാധ്യതയില്ല. പിന്നെ നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി ചെയ്യുന്ന കേസുകളുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പീനട്ടിന് അലർജി ഉണ്ട്. അപ്പോൾ പീനട്ട് കഴിച്ചപ്പോൾ, ഈ കടല കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് അലർജിക് റിയാക്ഷൻസ് ഉണ്ടായി. അപ്പോൾ നമ്മൾ ആ കടലേൻ്റെ തന്നെ ആൻറ്റിജൻ ബോഡിയിലേക്ക് കൊടുത്ത് മെല്ലെ കൊടുത്ത് അതിനെ ഓക്കെ ആക്കി കൊണ്ടുവരുന്ന സിറ്റുവേഷൻ. നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പം അലർജിക് ആയിട്ടുള്ള ആൾക്കാരുടെ വീട്ടിൽ നിന്ന് ഉറപ്പായിട്ടും ഈ സാധനങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് യൂഷ്വലി പറയുന്ന കുറച്ച് ഐറ്റംസിൽ നമ്മൾ ടോപ്പ് ഒരു 5 എണ്ണം ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഏതൊക്കെ ആയിരിക്കും പറയാ? ഇപ്പോൾ ഡെസ്മൈറ്റ് അലർജി ഉള്ളവർക്കാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും കാർപ്പറ്റ്സ്, കേർട്ടൻസ്, കുഷ്യൻസ്, അതായത് ലെതറി ഫറി ഐറ്റംസ് ഒരിക്കലും പറ്റില്ല. അത് ഡെഫിനറ്റ് ആയിട്ട് ഒരു അത്ര നല്ല ഭംഗിയുള്ള ഒരു കാർപ്പറ്റും പില്ലോവും നല്ല ഇതായിട്ടുള്ള കുഷ്യൻസ് ഒക്കെ ഉള്ളത് എന്തായാലും ഡെഫിനറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യും. അതുപോലെ ഇപ്പോൾ നമ്മൾ വാഷ്റൂം സ്പ്രേസ്, കെമിക്കൽസ്, അതുമാതിരി ക്ലീനിങ്ങിന് യൂസ് ചെയ്യുന്ന ലിക്വിഡ്സ്, കെമിക്കൽസ്, അപ്പോൾ ഇതെല്ലാം കഴിയുന്നതും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇതെല്ലാം ട്രിഗർ ചെയ്യും. ഓൾറെഡി അലർജി ഉള്ളവർക്ക് ഇതെല്ലാം ട്രിഗർ ചെയ്യും. പ്ലെയിൻ വാട്ടർ ആയിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ വാഷ്റൂമിലാണെങ്കിലും നോർമൽ എയർ, നാച്ചുറൽ എയർ ഉണ്ടാവുന്നതാണ് എപ്പോഴും ബെസ്റ്റ്. കഴിയുന്നതും കെമിക്കൽസിനായിട്ട് നമ്മൾ അധികം കോണ്ടാക്ട് വരാണ്ടിരിക്കുന്നതാണ് നല്ലത്. ആൻഡ് ദെൻ ഇപ്പോൾ ബെഡ് അതുമാതിരി ബെഡ്ഷീറ്റ്സിൻ്റെ കേസിലാണെങ്കിൽ ബെഡ്ഷീറ്റ്സ് എവറി 3 days കൂടുമ്പോൾ ചേഞ്ച് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഈ ഭയങ്കര കംഫർട്ടായിട്ടുള്ള കംഫർട്ട്സ്, അതിനു പകരം നോർമൽ കോട്ടൺ ബെഡ്ഷീറ്റ്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഈ കംഫർട്ടിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഡെസ്മൈറ്റ് ഉള്ളത് ബെഡ്, തലയണ, അതുമാതിരി കംഫർട്ട്, കേർട്ടൻസ്.